പുലർച്ചെ 3 മണിയൊക്കെ ആകുമ്പോൾ ഞാനും അമ്മയും ആദർശനും ഈ ഒരു ഇരുത്തം തന്നെയാണ് കേട്ടോ. കാരണം നമ്മുടെ വാവ ഭയങ്കര പാവാണ്. പക്ഷെ ഇന്നത്തെ ഒരു ദിവസം ലേശം കുറച്ച് കുറുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആള്. എത്ര ഉറക്കിയിട്ട് അങ്ങോട്ട് ഉറങ്ങണില്ല. ഒരു 2 മണിയാകുമ്പോൾ ഇന്നിട്ട് പിന്നെ ഇരുത്തം തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ 3 പേരും മാറി മാറി എടുത്ത് ലാസ്റ്റ് എങ്ങനെയൊക്കെയോ മൂപ്പരനെ അങ്ങോട്ട് ഉറക്കിയിട്ടാ. ഫാനിന്റെ കാറ്റ് ഡയറക്റ്റ് അവന്റെ മുഖത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടർക്കി ഇങ്ങനെ എടുത്തത്. പിന്നെ ഇന്നത്തെ ഉറക്കം എനിക്ക് തീരെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും എനിക്കൂട്ടോ. അപ്പൊ അമ്മ ഉണ്ണീനെ അപ്പുറത്ത് എടുത്തിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം നമ്മൾ കിടന്ന ഭാഗമൊക്കെ വെറുതെ തട്ടിക്കുടഞ്ഞൊന്ന് വിരിച്ചിട്ടായിരുന്നു കേട്ടോ. എപ്പോഴും ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇങ്ങനെ തുണികളായിട്ടും അങ്ങനെയൊക്കെ എപ്പോഴും ബെഡും ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒന്ന് അടക്കി പറക്കി എടുത്ത് വെക്കായിരുന്നു കേട്ടോ. ഞാൻ അമ്മയ്ക്ക് അച്ഛനപ്പം ഇരിക്കാനും നിൽക്കാനും ഒന്നും സമയമില്ല കേട്ടോ. കാരണം എന്റെ കാര്യം നോക്കണം, വീട്ടിലത്തെ കാര്യം നോക്കണം, ഉണ്ണിയുടെ കാര്യം നോക്കണം, എല്ലാതും ഉമ്മയുടെ തല തന്നെയാണ് കേട്ടോ. ഈ റൂമിലെ ഫാൻ ഭയങ്കര സ്ലോവിലെ കറങ്ങുള്ളൂ. അപ്പൊ അമ്മ ഉണ്ണീനെ ഇപ്പുറത്തെ റൂമിൽ കൊണ്ട് കിടത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ ഞാനിതേ അവനെ കൊണ്ട് കുറച്ച് നേരം ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ട് നിൽക്കട്ടെ. അപ്പൊ നമ്മുടെ പ്രഗ്നൻസി പില്ലോന്റെ നടുക്കിൽ അവനെ വെച്ചിട്ടുണ്ട്. അപ്പൊ അവൻ സേഫ് ആയിട്ട് തന്നെ അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവന്റെ അടുത്ത് വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ കളിച്ചുകൊണ്ട് നിൽക്കായിരുന്നു കേട്ടോ. അച്ഛൻ പണിക്ക് പോകുമ്പോഴേക്കും നമ്മുടെ വീട്ടിലത്തെ ഫുഡിന്റെ കാര്യം അമ്മ എല്ലാം സെറ്റ് ആക്കൂട്ടോ. പിന്നെ ഉണ്ടാവുക എന്നെ കുളിപ്പിക്കുക, ഉണ്ണീനെ കുളിപ്പിക്കുക, അടിക്കുക, തുടയ്ക്കുക, മിറ്റടിക്കുക. പിന്നെ അച്ഛൻ ഇപ്പോൾ നമ്മുടെ ഉണ്ണിയുടെ തുണികളും എന്റെ തുണികളും ഒരു ലോഡ് ഉണ്ടാവും കഴുകാൻ വേണ്ടിയിട്ട്. ഇപ്പൊ എന്നേക്കാൾ കൂടുതൽ റെസ്റ്റ് വേണ്ടത് അമ്മയ്ക്കാണ് കേട്ടോ സത്യം പറയാച്ചെങ്കിൽ. പിന്നെ രാവിലത്തെ വെയിലൊക്കെ ഉണ്ണീനെ കുളിപ്പിച്ചിട്ട് അമ്മ ചെക്കനെ ഞങ്ങളുടെ കയ്യിൽ തന്നുട്ടോ. പിന്നത്തെ കാര്യം പിന്നെ ആദർശേട്ടൻ നോക്കിക്കോളൂട്ടാ. ആദർശേട്ടനാണ് അമ്മയ്ക്ക് ഏറ്റവും വലിയൊരു ആശ്വാസം കേട്ടോ. കാരണം ഉണ്ണിയുടെ ഇപ്പൊ എന്ത് ചെയ്യാച്ചു കഴിഞ്ഞാൽ ആദർശേട്ടൻ ഒപ്പം നിന്നിട്ട് അമ്മയുടെ ഒപ്പം നിൽക്കൂട്ടോ ഉണ്ണിയുടെ എല്ലാ കാര്യത്തിനും. അത് കഴിഞ്ഞിട്ട് ഇതേ ഞങ്ങൾ വീണ്ടും മറ്റേ ടർക്കിയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ പകുതി വെച്ച് പോയി. കാരണം ഈ ഫാനും ഭയങ്കര സ്പീഡ് കൂടുതലാണ്. അപ്പോൾ ഡയറക്റ്റ് അവൻ്റെ ഫേസിൽ കിട്ടണ്ട വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ അഡ്ജസ്റ്റ്മെന്റ് ചെയ്തിട്ടോ അവനൊക്കെ എടുത്താറ്. പിന്നെ ഇതാ ഒരു വലിയ യുദ്ധത്തിന് ശേഷമുള്ള തലതോർത്തിലാണ് ഈ കാണുന്നത്. നമ്മുടെ ചൂടുവെള്ളമൊക്കെ പിടിച്ച് ഫുൾ കുളിക്ക് കഴിഞ്ഞിട്ട് തലയൊക്കെ നന്നായി തോർത്താണ് കേട്ടോ. പിന്നെ ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇരുന്നുണ്ടായിരുന്നു. പിന്നെ ഇതേ വെള്ളയപ്പവും കടലക്കറി ആയിരുന്നു കേട്ടോ ചായക്ക് ഉണ്ടായിരുന്നത്. പിന്നെ അമ്മ അതേക്ക് ചൂടോടക്കണ ചായ അവിടെ നിന്ന് എടുത്തേരുണ്ട്. ഞാൻ പിന്നെ TV ഒക്കെ കണ്ടിട്ട് കുറച്ചു നേരം സോഫയിൽ ഇരുന്ന് ചായ കുടിക്കാന്ന് വിചാരിച്ചു. ആദർശയുടെ മുന്നേ കഴിച്ചു കേട്ടോ. ഞാൻ കുളിക്കാൻ പോകുമ്പോൾ കുറെ ടൈം എടുക്കുമല്ലോ. അപ്പൊ ചേട്ടൻ്റെ അടുത്ത് കഴിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ നീണ്ടു നിവർന്ന് നമ്മുടെ ചെക്കൻ്റെ അടുത്ത് പോയി കിടന്നു കേട്ടോ. ഞാനാണെങ്കിൽ എണ്ണ തേച്ച് കുളി കഴിഞ്ഞപ്പോൾ തൊട്ടേ ഈ ഉറക്കമൊത്ത് പിടിച്ചിട്ടാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയിൽ ഉണ്ണി എനിക്കും അവനെ ഫീഡ് ചെയ്യിപ്പിക്കും. പിന്നെ ആദർശേട്ടൻ കൊണ്ട് നടന്നോളൂ കേട്ടോ. അപ്പൊ നമ്മുടെ ഇപ്പോഴത്തെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. അപ്പൊ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.